ഹായ് ഹലോ. നമ്മൾ ഇന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ചാപ്റ്ററിലുള്ള ഒരു കുഞ്ഞു ടോപ്പിക്കുമായിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഓക്കെ, ഏതാണെന്നറിയോ? സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹണി ബി. നമ്മൾ ഓൾറെഡി കുറേ സെക്സ് ഡിറ്റർമിനേഷൻസ് പഠിച്ചായിരുന്നു അല്ലേ? XXXY മെക്കാനിസം, XXX0 മെക്കാനിസം, ZZW മെക്കാനിസം. ഇതെല്ലാം പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, അതായത് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ക്രോമസോമിന്റെ ടൈപ്പാണ് അല്ലേ? എക്സ് ക്രോമസോമുമായിട്ട് ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് സ്പേം കണ്ടെയ്നിങ് എക്സ് ക്രോമസോമുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ XX ബേബീസ് ഉണ്ടാവുന്നു, അതായത് ഫീമെയിൽ ബേബീസ് ഉണ്ടാവുന്നു. Y ക്രോമസോമുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് XY ഉണ്ടാവുന്നു അല്ലേ? അതായത് മെയിൽ ബേബീസ് ഉണ്ടാവുന്നു. ഇത് തന്നെയാണ് എല്ലാത്തിലും നമ്മൾ പഠിച്ചത്. പക്ഷേ ഹണിബീയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ടൈപ്പ് ഓഫ് ക്രോമസോം അല്ല, നമ്പർ ഓഫ് ക്രോമസോം ആണ്. എന്താ അത്? ഒരു ഹെപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോം, അതായത് ഹെപ്ലോയിഡ് ക്രോമസോമുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ബേബീസ് ഉണ്ടാവുന്നു, ഡിപ്ലോയിഡുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നെങ്കിൽ അടുത്ത ടൈപ്പ് ബേബീസ് ഉണ്ടാവുന്നു. എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനു മുൻപ് സെക്സ് ഡിറ്റർമിനേഷന് മുൻപ് നമുക്ക് ഹണി ബീയുടെ ഒരു റീപ്രൊഡക്ഷൻ്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം. എന്താണെന്നറിയോ? ഹണി ബീയുടെ കോളനിക്കകത്ത് 3 ടൈപ്പ് ബീസ് ആണുള്ളത് അല്ലെ? കുറച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റും കാര്യങ്ങൾ, കാരണം ക്യൂൻ ഉണ്ട് കോളനിക്കകത്ത് നമുക്കറിയാം. ക്യൂൻ അല്ലാതെ തന്നെ നോക്കൂ മക്കളെ, ഡ്രോൺസ് ഉണ്ട്, വർക്കർ ഉണ്ട്. ഓക്കെ, 3 തരത്തിലുള്ള ബീസ് ആണുള്ളത്. ഇതിനകത്ത് ക്യൂനും വർക്കർ ബീസും ഓൾവേസ് ഫീമെയിൽസ് ആയിരിക്കും. ഡ്രോൺ മാത്രമാണ് മെയിലായിട്ടുള്ള ഹണി ബി. ഓക്കെ, അപ്പോൾ ഇതിൽ ഹണി ബി കോളനിയിൽ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്, അതായത് ജോലി എടുക്കുന്നത് ഓരോരുത്തരും ഓരോ ജോലിയാണ്. ഓക്കെ, അതിനകത്ത് ക്യൂനിന്റെ ജോലി എന്താ? ഓൾവേസ് റീപ്രൊഡക്ഷൻ അല്ലെ? കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ക്യൂനിന്റെ ജോലി. ഓക്കെ, വർക്കർ ബീസ് എന്താ ചെയ്യുന്നത്? ദേ ആർ ഓൾവേസ് വർക്കിംഗ്, എപ്പോഴും ജോലി എടുത്തുകൊണ്ടിരിക്കുന്നവരാണ് വർക്കർ ബീസ്. പുറമേ പോകുന്നു, ഫ്ലവറിൽ നിന്ന് നെക്ടർ കളക്ട് ചെയ്യുന്നു. ആ നെക്ടർ അവരുടെ മൗത്തിൽ വെക്കുന്ന സമയത്ത് ഒരു എൻസൈമുമായിട്ട് മിക്സ് ചെയ്ത് അത് ഹണിയായി ആ ഹണി കോളനിയിൽ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യുന്നു. അതിനകത്തുള്ള വേപ്പർ കളയാനായിട്ട്, വാട്ടർ വേപ്പർ കളയാനായിട്ട് അവരുടെ വിങ്സ് നന്നായിട്ട് വീശി ആ വേപ്പറൊക്കെ കളഞ്ഞ് നല്ല ഹണിയാക്കി മാറ്റുന്നു. ഫുഡ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, സെർവ് ചെയ്യണം. ആർക്കൊക്കെ സെർവ് ചെയ്യണം? ഡ്രോൺസിന് കൊടുക്കണം, ക്യൂനിന് കൊടുക്കണം, കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലേ, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ഇതെല്ലാം ആരുടെ ജോലിയാ? വർക്കർ ബീസിന്റെ ജോലിയാണ്. അപ്പോൾ ഈ ഡ്രോൺസ് എന്താ ചെയ്യുന്നത്? ഡ്രോൺസിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അവരെന്താ ചെയ്യുന്നത്? ഈറ്റിംഗ് ആൻഡ് മീറ്റിംഗ്. എന്താ? ഭക്ഷണം കഴിക്കുക, റീപ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുക. ഇത് മാത്രമാണ് ഡ്രോൺസിന്റെ ജോലി. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിന്റെ റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്നല്ലേ? ഹണി ബി എന്ത് ചെയ്യുന്ന വെച്ചാൽ, അതായത് ക്യൂനായിട്ടുള്ള ബി പതുക്കെ കൂടിൽ നിന്ന് മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോയിട്ട് കുറച്ച് ദൂരം പോകും, ഏകദേശം ഒരു 20 feet എബോ എത്തുന്ന സമയത്ത് ആ കൂടിന് ചുറ്റും ഒരു പ്രത്യേക ഓർബിറ്റിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഈ കറക്കത്തിന്, ഈ യാത്രേനെ പറയുന്ന, ആ ഫ്ലൈറ്റിനെ പറയുന്ന പേരാണ് നപ്ഷ്യൽ ഫ്ലൈറ്റ് എന്ന് പറയും. ഓക്കെ, ഈ നപ്ഷ്യൽ ഫ്ലൈറ്റ് കഴിയുന്ന സമയത്ത് ആ ടൈമിൽ തന്നെ നമ്മുടെ ക്യൂനുണ്ടല്ലോ ഒരു പ്രത്യേക ഹോർമോൺ റിലീസ് ചെയ്യും. അതാണ് ഫിറോമോൺസ്. നമുക്കറിയാം, ഇൻസെക്ട്സിലൊക്കെ ഫിറോമോൺ സെക്രീറ്റ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് അല്ലേ? സോ ഫിറോമോൺസ് സെക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡ്രോൺസിന് മനസ്സിലാവും, ടൈം ഫോർ റീപ്രൊഡക്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇവർ പതുക്കെ മുകളിലേക്ക് ഡ്രോൺസും പറന്നു പോകും. റീപ്രൊഡക്ഷൻ നടക്കുന്നത്, ദാറ്റ് മീൻസ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് മുകളിൽ വെച്ചാണ്. അവിടെ വെച്ച് എന്താ ചെയ്യുന്ന? ക്യൂൻ ഏകദേശം ഒരു 7 മുതൽ 15 വരെയുള്ള ഡ്രോൺസുമായിട്ട് മെയ്റ്റ് ചെയ്യും. ഓക്കെ, അവരിൽ നിന്നെല്ലാം സ്പേം കളക്ട് ചെയ്തതിന് ശേഷം ക്യൂൻ പതുക്കെ താഴെ ഹണി കോമിനകത്തേക്ക് വന്നിരിക്കും. ഓക്കെ, ലൈഫിൽ ക്യൂൻ ഒരു തവണയാണ് നപ്ഷ്യൽ ഫ്ലൈറ്റ് നടത്തുള്ളൂ കേട്ടോ, അവരുടെ ലൈഫ് ടൈമിൽ. അപ്പം മാക്സിമം സ്പേംസും കളക്ട് ചെയ്ത് അതിൻ്റെ ബോഡിയിൽ ഫില്ല് ചെയ്ത് വെച്ചു. പിന്നീട് എന്താ ചെയ്യുന്നത്? വന്ന് കുറച്ച് കഴിയുന്ന ഉടനെ തന്നെ അവരുടെ റീപ്രൊഡക്ഷൻ തുടങ്ങി. എന്താ ചെയ്യുക? ഓരോ തവണയും ഒരു സെറ്റ് ഓഫ് സ്പേംസ് എടുക്കുന്നു, റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. ഏത് ടൈപ്പ് ബി ആണ് വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്ന ക്യൂൻ എന്ത് ചെയ്യും? ഇപ്പോൾ ഡ്രോൺസിനെയാണ് ഉണ്ടാക്കേണ്ടെങ്കിൽ ഒരു പ്രത്യേക പൗച്ചിൽ ഡ്രോൺസിന് ആവശ്യമായിട്ടുള്ള സ്പേംസ് മാത്രം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഡ്രോൺസിനെ ഉണ്ടാക്കുന്നു. വർക്കർ ബീസിനെ ആണെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, വർക്കർ ബീസിനെ ഉണ്ടാക്കുന്നു. ഈ രീതിയിലാണ് ക്യൂനാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ക്യൂൻ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ബേബീസിൽ നിന്ന് ഒരു പ്രത്യേക പാച്ചസിലുള്ള ഒരു വെർട്ടിക്കൽ പാച്ച്, ഒരു ലൈനുണ്ട്, അവിടെ നിന്നുള്ള സ്പേംസ് കളക്ട് ചെയ്തിട്ട് ആ സ്പേംസ് ഫെർട്ടിലൈസ് ചെയ്ത് ഉണ്ടാകുമ്പോൾ വരുന്ന ബേബീസ് ഉണ്ടല്ലോ, ആ ബേബീസാണ് ആക്ച്വലി എന്താക്കാൻ റെഡി ആയിട്ടുള്ളവർ, ക്യൂനാക്കാൻ റെഡി ആയിട്ടുള്ളത്. ആ ബേബീസിൽ നിന്നും ഒരാൾക്ക് മാത്രം ഇവർ റോയൽ ജെല്ലി ഫീഡ് ചെയ്യും.
ഓക്കെ, എന്താ റോയൽ ജെല്ലി? സ്പെഷ്യൽ ഫുഡാണ് അല്ലേ? സ്പെഷ്യൽ ഫുഡ് ഫീഡ് ചെയ്തിട്ട് ഒരു കുഞ്ഞു ക്യൂനിനെ അവർ ഉണ്ടാക്കിയെടുക്കും. ഒരു ക്യൂൻ മതിയല്ലോ ഒരു ഹണി കോമ്പിനകത്ത് ഉണ്ടാക്കിയെടുക്കും. ഈ രീതിയിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വിവിധ തരത്തിലുള്ള ഹണി ബീസ് ആണ് ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ എന്താ ഈ ഫെർട്ടിലൈസേഷൻ്റെ പ്രത്യേകത നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? എഗ്ഗും വേണം, സ്പേമും വേണം അല്ലേ? ഇവിടെ നമ്മുടെ ഹണി ബീ ഫെർട്ടിലൈസേഷൻ നടത്താനായിട്ട് എന്താ ചെയ്യുന്നതെന്നറിയോ? ക്യൂൻ സ്പേമുമായിട്ട് ക്യൂൻ റിലീസ് ചെയ്യുന്ന എഗ്ഗ് സ്പേമുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്തുണ്ടാകുന്ന സൈഗോട്ടാണ് ക്യൂൻ ബീസും, അതായത് ഫീമെയിൽ ബേബീസ്. നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ നടന്നാൽ മാത്രമാണ് എന്തുണ്ടാവുന്ന സൈഗോട്ട് ഉണ്ടാവുന്ന ക്യൂൻ. ദാറ്റ് മീൻസ് അതിൽ നിന്ന് ഫീമെയിൽ ബേബീസ് ഉണ്ടാകും, അതായത് ക്യൂനും ഉണ്ടാവും വർക്കർ ബീസും ഉണ്ടാവും. അതേസമയം ഇവരെന്ത് ചെയ്യുന്നറിയോ? ക്യൂൻ എന്ത് ചെയ്യുന്നറിയോ? ചില സമയത്ത് ഫെർട്ടിലൈസേഷൻ നടത്താതെ തന്നെ, അതായത് സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്യാതെ തന്നെ അവരുടെ എഗ് ഡയറക്റ്റ് ആയിട്ട് എന്തായി മാറുന്നു? ഒരു ഹണി ബി ആയി മാറുന്നു. അതാണ് നമ്മളുടെ മെയിൽ ഹണി ബി, ദാറ്റ് ഈസ് ഡ്രോൺ. ഇങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടാവുന്ന ബീസ്, അതായത് ആ പ്രോസസ്സാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർത്തനോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ 2 രീതിയിലാണ് ഹണി ബിയിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഒന്ന് നോർമൽ ഫെർട്ടിലൈസേഷൻ, അതായത് 2n നമ്പർ ഓഫ് ക്രോമസോംസ് എന്താ ചെയ്യുക? നോർമലി മിയോസിസ് നടക്കുന്നു അല്ലെ? 2 സൈഗോട്ട് 16 ഉള്ള ഗാമേറ്റ്സ് വരുന്നു, ഫ്യൂസ് ചെയ്യുന്നു, അത് എന്താ പറയുക ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ബേബീസ് ആണ് ഫീമെയിൽ ബേബീസ്. അറ്റ് ദ സെയിം ടൈം എഗ്ഗ് ഡയറക്റ്റ് ആയിട്ട് ഒരു ഹണി ബി ആകുന്ന പ്രോസസ്സാണ് ഏതാ? നമ്മളുടെ ഡ്രോൺസ് ഉണ്ടാകുന്ന പ്രോസസ്സ്. അപ്പോൾ 2 രീതിയിൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ, അതായത് ഡിപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോമിൽ നിന്നും ബേബീസ് ഉണ്ടാകുന്നുണ്ട്, ഹപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസിൽ നിന്നും ബേബീസ് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഈ മെക്കാനിസത്തിന് നമ്മൾ എന്ത് പറയും? ഹപ്ലോ ഡിപ്ലോയിഡ് മെക്കാനിസം. സിമ്പിൾ അല്ലേ മക്കളെ? അപ്പോൾ ഹണി ബിയിൽ നടക്കുന്ന മെക്കാനിസം സെക്സ് ഡിറ്റർമിനേഷൻ, ഹപ്ലോ ഡിപ്ലോയിഡ് മെക്കാനിസം. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.